രാഹുൽ മാങ്കൂട്ടം എൻ്റെ സുഹൃത്താണ് എന്ന് പറയുന്നു. അവന് അറിയാം ഞാൻ എഴുത്തുകാരിയാണ്, സാഹിത്യം എൻ്റെ പാഷനാണ്. അതുകൊണ്ട് നിരന്തരം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന്. ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് ആ പ്രസ്ഥാനം മുന്നോട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയി പ്രസംഗിക്കുന്ന ആ സമയത്ത് പോലും ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞ് എനിക്ക് കാണണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം. ഇതിൻ്റെ മുമ്പ് തന്നെ ഈ കോഴീനെ രാഹുൽ മാങ്കൂട്ടം എന്ന കോഴീനെ തിരിച്ചറിയാൻ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ഓരോ സ്ത്രീകൾക്കും. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് സ്ത്രീകൾ മെസ്സേജ് അയച്ച് ഇവനൊരു ചാനൽ ചർച്ചയ്ക്ക് അവനെ ഇടപെട്ടാൽ പോലും പിന്നെ അവൻ എന്താ മെസ്സേജ് അയക്കുന്നതെന്ന് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ച് എന്തു പറഞ്ഞാൽ എങ്ങനെ ഈ സ്ത്രീകളെ ഡ്രോമയിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാള് കാര്യങ്ങൾ വളച്ചൊടിച്ച് നീ തെറ്റുകാരനല്ലെങ്കിൽ എന്തുകൊണ്ട് നീ മാനനഷ്ട കേസിന് പോകുന്നില്ല എന്ന് ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ കേട്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ വളർത്തിയ മകനാണ് അവൻ എന്നാണ്. അപ്പൊ ഞാൻ അവനോട് അതിന്റെ മുമ്പ് പറഞ്ഞൊരു സാധനമുണ്ട്, അതവൻ അവിടെ ഇന്നലെ പറഞ്ഞിട്ടില്ല. നിന്റെ അമ്മയോടാണ് എനിക്ക് സഹതാപം തോന്നുന്നത്. നിന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ആ അമ്മയ്ക്ക് മുന്നിൽ ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് നീ ഇപ്പം മെന്റൽ സ്ട്രെസ്സായിട്ട് നിൽക്കുമ്പോൾ നിന്റെ അമ്മേനെ എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട് അവരനുഭവിക്കുന്ന വേദനയ്ക്ക് എന്ന് പറഞ്ഞ ഷഹനാസിന്റെ മെസ്സേജ് എന്താ രാഹുൽ മാങ്കൂട്ടം പറയാത്തത്? നമസ്കാരം. അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഷഹനാസിന്റെ ഓടി ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. അവർ നടത്തിയ പത്രസമ്മേളനത്തിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ. എന്താണ് വെല്ലുവിളിക്കാൻ കാരണം? ഹാഷ്മിയുമായി 24 ചാനലിൽ നടത്തിയ ഇന്റർവ്യൂവിന് ശേഷം ഉണ്ടായിട്ടുള്ള ഭൂകമ്പം കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടം തീർന്നു എന്നുള്ള സ്ഥലത്തു നിന്നും കുതിച്ചുയർന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും സജീവമാകാൻ പോകുന്നു എന്നുള്ള കൃത്യമായ മെസ്സേജാണ് കേരളത്തിൽ കൊടുത്തത്. ആ മെസ്സേജ് കൊടുത്ത ഉടൻ തന്നെ സാധാരണ ലെവലിൽ ഇതിനെതിരെ ആദ്യം പോരാട്ടത്തിന് ഇറങ്ങേണ്ടത് റിനി ആർ ജോർജാണ്. എന്നാൽ റിനിയെ നമ്മൾ കണ്ടില്ല. കാരണം റിനി രാത്രി 12 മണിക്ക് ശേഷം അടക്കം റിക്വസ്റ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വാട്സപ്പ് സന്ദേശം അയച്ചതും അതേപോലെ കഴിഞ്ഞ പാലക്കാട് ഇലക്ഷനിൽ അവരവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്തതും വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോശക്കാരിയാണെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് രാഹുൽ മാങ്കൂട്ടം മോശക്കാരനാണെന്ന് പറഞ്ഞുള്ള ആളാണ് റിനി ആർ ജോർജ്. നമുക്കറിയാം. അവിടെ നേരെ പാലക്കാട് വർഷങ്ങൾക്ക് 4 വർഷം കഴിഞ്ഞിട്ട് പാലക്കാട് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്ത ഒരാളായി മാറി റിനി ആർ ജോർജ് എന്നാണ് തെളിവുകൾ കാണിച്ച് രാഹുൽ മാങ്കൂട്ടം വെല്ലുവിളിച്ചത്. അതിനുശേഷം നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് റിനി ആർ ജോർജിനെ ആണെങ്കിൽ, പക്ഷേ പ്രത്യക്ഷപ്പെട്ടത് ഷഹനാസാണ്. സരീന്റെ വൈസ് ചെയർമാനായിരുന്നു. അപ്പൊ ഷഹനാസ് ലിറ്ററേച്ചർ രംഗത്ത് വർക്ക് ചെയ്യുന്ന സ്വന്തം ബുക്ക് സ്റ്റാൾ പബ്ലിക്കേഷൻ ഒക്കെ ഉള്ള രംഗത്തുള്ള ആളാണ്. അങ്ങനെ ഒരാള് കോൺഗ്രസിൽ നിന്നും CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച സരിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിരുന്നു. അപ്പൊ സരീൻ ആണ് ഷഹനാസിനെ രംഗത്തിറക്കിയത് എന്നുള്ള വാർത്തകൾ എത്രമാത്രം ശരിയാണ്? എന്താണ് ആ ഷഹനാസ് കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഒന്ന് പറയാമോ? ഷഹനാസ് കൊണ്ടുള്ള ഇമ്പാക്റ്റ് അത് പറഞ്ഞു കേട്ടവരും എല്ലാം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് നേരിട്ട് കണ്ടവരാരും അതിനൊരു വിലയും കൊടുക്കില്ല. ഏറ്റവും സ്റ്റാൻഡേർഡ് പറഞ്ഞ ഭാഷ, ആരോപണത്തിൻ്റെ സ്വഭാവം, അവർ തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഞാനിതൊന്നും സമ്മതിക്കില്ല പറയുന്ന ഏറ്റവും തരം താണ രീതിയിലൊരു അവതരണമായിരുന്നു. ഏതായാലും അവർ പത്രപ്രവർത്തകരായിരുന്നാലും പുസ്തകൾ പ്രസിദ്ധീകരിക്കുന്ന എന്താണെങ്കിലും. പിന്നെ 2, അവർക്ക് പറ്റിയ തകരാറ് സരിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയും തന്നെ സംസ്കാര സഹകരിൻ്റെ ഒരു കോൺഗ്രസിനൊരു സാംസ്കാരിക സംഘടനയുണ്ട്, അതിലവരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പോലും മാറ്റപ്പെട്ടാണ് ഇവർ. അപ്പോഴാണ് എന്നിട്ട് അവർ അവകാശപ്പെടുന്നത് ഞാൻ അതിൻ്റെ ആളാണ്, കോൺഗ്രസ്സുകാരിയാണെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു കൊട്ടേഷൻ പ്രകാരമാണ് ഷഹനാസ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് എന്ന് നമുക്ക് കണക്കൂട്ടാം. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഏറ്റവും കൂടുതൽ വിരോധം തോന്നാൻ സാധ്യതയുള്ള ഒരാൾ, വ്യക്തിപരമായ വിരോധം തോന്നാൻ സാധ്യതയുള്ള ഒരാൾ ആദ്യത്തെ ആൾ സരിൻ തന്നെയാണ്. കാരണം സരിൻ ഭയങ്കര ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വന്ന് മത്സരിച്ചതോട് കൂടിയിട്ടാണല്ലോ അദ്ദേഹം കോൺഗ്രസ് നിന്ന് മാറി CPM-ലെത്തി അവിടെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തത്. അപ്പം അത് അവിടെ ദയനീയമായി തോറ്റു തൊപ്പിട്ടെന്ന് മാത്രമല്ല അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തെ ഏതെങ്കിലും വിധത്തിൽ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇപ്പം ഉണ്ടാക്കിയ 3 പരാതികളുടെയും പിന്നിലെ ആള് സരീനല്ല, സരീന്റെ ഭാര്യയാണെന്നുള്ള ഒരു ഭയങ്കരമായ ആരോപണം നേരത്തെ അത് ശരിവെക്കുന്നതാണോ? ഇപ്പം അത് ശരിവെക്കുന്ന മാത്രമല്ല, എന്താ പറയുന്നത്, അടിവരയിട്ട് പറയാം, ഒന്നുകൂടെ പറയുകയാണ്.
സരിൻ്റെ അറിവോടെ സരിൻ്റെ ഭാര്യയും ഭാര്യയുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ചേർന്ന് പിന്നെ ട്രാപ്പിൽ മാങ്കൂട്ടത്തിനെ പക്ഷെ നമ്മളിപ്പം കണ്ട രാഹുൽ മാങ്കൂട്ടം, അദ്ദേഹത്തെ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അഗ്നിശുദ്ധി വരുത്തി അദ്ദേഹത്തെ ക്ലീൻ ആക്കി റെഡിയാക്കി എടുക്കാൻ, അദ്ദേഹം മുമ്പത്തേക്കാൾ സ്ട്രോങ് ആക്കി എടുക്കാൻ, ഉരുക്കു മനുഷ്യനായി മാറ്റിയെടുക്കാൻ ഈ 3 കേസുകൾ സഹായിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും എല്ലാത്തും ഉണ്ടോ? അപ്പോൾ അല്ല, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടം പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കെല്ലാം കടന്നു വന്നതെല്ലാം ഇത്തരം പോരാട്ടത്തിലൂടെയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഗ്രൂപ്പ് അവരുടെ എ ഗ്രൂപ്പ് തർക്കം, വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിൻ്റെ തർക്കം, ഇങ്ങനെ പലതും ഉണ്ടായി. അതിനെല്ലാം മറികടന്ന് ഷാഫി പറമ്പലിൻ്റെ ശക്തമായ സപ്പോർട്ടോടെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അത് തന്നെ ആരോപണമുണ്ട്, കള്ള വോട്ടുണ്ടാക്കി, ഇലക്ഷൻ ID ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കേസിൻ്റെ കേസും ഉണ്ടായിരുന്നു. അതെവിടെ എത്തിയെന്നറിയത്തില്ല. അത് ഭയങ്കര ആർഭാടത്തോടെ കൊണ്ടുവന്നതാണ്. കള്ള ID ഉണ്ടാക്കിയാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചതെന്നും പറഞ്ഞു. അതിനുശേഷം അടുത്ത സ്റ്റേജ് വരുന്നത് പാലക്കാട് മത്സരിക്കാൻ സ്ഥാനാർത്ഥി ആരാകണം. സരിൻ്റെ പേരാണ് എല്ലാവരും ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. സരിൻ CPM-ലേക്ക് പോകാൻ തീരുമാനിച്ചതോടുകൂടി ആ ചാൻസ് പോയി. പിന്നെ പാലക്കാട്ട് ആരാകണം, അവിടെ മത്സരിക്കാൻ ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. പാലക്കാട്ടുകാർ പറഞ്ഞു പാലക്കാട്ടുകാർ മതി, പാലക്കാടിൻ്റെ മണ്ണിൽ ജനിച്ച ആരെങ്കിലും മതി കോൺഗ്രസിൻ്റെ സ്ഥാനം. ന്യായമായ ഡിമാൻഡായിരുന്നു പാലക്കാട്ടുകാരുടെ. പക്ഷേ ഷാഫി പറമ്പിൽ ഒറ്റയാളെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഷാഫി പറമ്പിൽ എങ്ങനെയാണെന്നറിയില്ല, തൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ മത്സരിപ്പിക്കുകയാണ് ചെയ്തത്. മത്സരിപ്പിച്ചു എന്ന് മാത്രമല്ല, ഷാഫി നേടിയതിനേക്കാൾ ഒരു 3 ഇരട്ടി ഭൂരിപക്ഷം, 6 ഇരട്ടി ഭൂരിപക്ഷം, 18,000-ഓളം വോട്ടിന്റെ ഷാഫിക്ക് 3,000-ഓളം ഭൂരിപക്ഷം. അപ്പോൾ 6 ഇരട്ടി ഈ ശ്രീധരനുമായിട്ടുള്ള ഫൈറ്റിൽ 3,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം. അപ്പോൾ എന്നിട്ട് പോലും ഇത്രയും നെഗറ്റീവായുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും, കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം തന്നെ ആരോപണ വിധേയനായിട്ടാണ് നിൽക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഇടതുപക്ഷ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിഗണിക്കേണ്ടത് ഇപ്പം വന്ന 3 കേസുകൾ. ഈ 3 കേസുകൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് 3 കേസുകളിലും ജാമ്യം കിട്ടുകയാണ്. ഒന്നിൽ നോട്ട് അറസ്റ്റാണ് ഉള്ളത്. ഈ കേസുകളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആക്ച്വലി? ഈ കേസുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സബ്സിക്വൻ്റ് ആയിട്ട് വന്ന സുപ്രീം കോടതി വിധികൾ യഥാർത്ഥത്തിൽ വാദികൾ തന്നെ, പരാതിക്കാരികൾ തന്നെ ഇത് പിൻവലിച്ച് പോവുക വേണ്ടത്. കാരണം ഒരു ലോക്കൽ സ്റ്റാൻഡ് ഇല്ല. 1 or 2 പ്രാവശ്യം അല്ലെങ്കിൽ 2 or 3 പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന് പറയുകയും വീണ്ടും ആ മനുഷ്യൻ്റെ അടുത്തേക്ക് സ്നേഹാഭ്യർത്ഥനയുമായിട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പീഡനമാകും? മാത്രമല്ല, പരാതി കൊടുത്തത് ഒരു ബലാത്സംഗത്തിനിരയായ ഒരു പെൺകുട്ടി പരാതി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഓൺ ദ സ്പോട്ടാണ്. നമുക്ക് ആദ്യത്തെ പരാതി എടുക്കുക. ഒരു പത്രപ്രവർത്തകയാണ്, വലിയ ചാനലിലെ അവതാരകയാണ്, നിയമങ്ങൾ അറിയാം. അവർ ഇങ്ങനെ പീഡനം നടന്നു എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം പരാതി കൊടുക്കണം. പിന്നെ ഗർഭിണിയാകുന്നു, പിന്നെ ഗർഭം അലസിപ്പിക്കുന്നു. അതിനൊക്കെ ഉത്തരവാദിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല, സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കെ താൻ വേറൊരാളിൽ നിന്ന് ഗർഭിണിയായി എന്ന് പറയുമ്പോൾ തന്നെ ആ വാദം ആദ്യത്തെ മുനയൊടിഞ്ഞു. അതാണ് സുപ്രീം കോടതി വിധി. ലാസ്റ്റ് ജസ്റ്റിസ് നാഗരത്നയുടെ വിധി പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ വിവാഹ വാഗ്ദാനം ചെയ്ത് ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം പ്രതിയാവാൻ പറ്റില്ല, ബലാത്സംഗമാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അതിനെ ബലാത്സംഗമേ എന്ന് പറയാൻ പറ്റില്ല. അത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള സംഭവമാണ്. ആ സമയത്ത് പിന്നീട് മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞിട്ടാണ് പലതരത്തിൽ രാഹുൽ മാങ്കൂട്ടൻ സംവാദങ്ങൾ നടക്കുന്നു. അവസാനം രാഹുൽ മാങ്കൂട്ടൻ വേറെ പെൺകുട്ടികളുമായിട്ട് അടുത്ത ബന്ധമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ ആദ്യത്തെ പെൺകുട്ടിക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഈ വാദം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടൻ ഇങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത് ഒരു വസ്തുത, ഒരു കേസ് നിലനിൽക്കുന്നതാണെങ്കിൽ ഈ ഡിവോഴ്സ് കേസുകളിൽ ഒരു 90% ഈ രീതി പോവും. എന്റെ ചോദ്യം, ഭർത്താവിനെ വഞ്ചിച്ച് അവര് ഇങ്ങനെ പോയതിന് യാതൊരു ഇതും ഇല്ലേ? ആ ഭർത്താവിനോട് ചെയ്ത ചതിയല്ലേ? അല്ല, ഭർത്താവ് പാവം, ഒരിക്കലും ആണിനെ ഇരയാകാൻ പറ്റിയില്ല. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പരാതി എന്ന് പറയുന്നത് പോലീസിന് പരാതി കിട്ടിയില്ല. ആദ്യത്തെ പരാതി 2.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. രണ്ടാമത്തെ പരാതി എപ്പോഴാണ് അറിയുമോ? രണ്ടാമത്തെ പരാതി എന്ന് പറഞ്ഞാൽ ഇതേപോലെ 2 വർഷം കഴിഞ്ഞിട്ടാണ് 23 വയസ്സുള്ള ഒരു പെൺകുട്ടി ബാംഗ്ലൂർക്കാരി ആ KPCC പ്രസിഡന്റിന് കൊടുത്തിട്ട് അവസാനം പോലീസ് വന്ന് അന്വേഷിക്കാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഞാൻ പരാതി തന്നില്ലല്ലോ, ഞാൻ KPCC പ്രസിഡന്റിന് കൊടുത്ത് വേറെ അർത്ഥത്തിൽ കൊടുത്താണ്, ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അറിയിച്ചു കൊടുത്താണ്, എനിക്ക് കേസും ഇല്ല കൂട്ടും ഇല്ല, 164 സ്റ്റേറ്റ്മെന്റോ എൻ്റെ മൊഴി പോലും തരാൻ പറ്റില്ല, നിങ്ങൾ വേറെ പണി നോക്കി എന്നിട്ട് പൂങ്കടയിലിനെ ഓടിച്ചു എന്നാണ് ആ റിപ്പോർട്ട് തന്നെ പറയുന്നത്. അല്ല, പൂങ്കടയിൽ ഇപ്പോൾ അത് മേടിച്ച് രാഹുലിനെ വീണ്ടും ഒന്നുകൂടെ അറസ്റ്റ് ചെയ്യാൻ റെഡിയായിട്ടില്ലേ ഇത്? അപ്പോൾ അതും കഴിഞ്ഞു. മൂന്നാമത്തെ പരാതിയാണോ എങ്ങനെയാണ്? വളരെ വിചിത്രമാണ്. മൂന്നാമത്തെ പരാതിയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുള്ള പിണറായി വിജയന്റെ ടാർഗറ്റ് പൂർത്തിയാവുന്നത്. അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്നു, 12:30 മണിക്ക്. എല്ലാ നിയമങ്ങളും ലംഘിച്ചു എന്ന് വിധി പറഞ്ഞിട്ടുണ്ട്. അതായത്
ഒരു ആളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു കാര്യം നിയമപരമായ ഒരു കാര്യം പോലീസ് പാലിച്ചിട്ടില്ല. പിണറായിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് കോടതി വിധി. രണ്ടാമത് ഈ പരാതിക്കാരി കൊടുത്ത മെയില്, ആ പരാതിക്കാരുടെ മൊഴിയെടുത്ത് ഒപ്പിടണം 3 ദിവസത്തിനുള്ളിൽ. അറ്റസ്റ്റ് ചെയ്തിട്ടില്ല, വ്യാജ ഒപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ മെഡിക്കൽ ടെസ്റ്റ് നടത്തണമെന്നുണ്ട്, അതൊന്നും നടത്തിയിട്ടില്ല. നടത്തിയിട്ട് വേണം അറസ്റ്റ് ചെയ്യാൻ, അതുപോലും ചെയ്തിട്ട് മാത്രം. ഇനി വേറൊരു കാര്യം, ആ പെണ്ണിനും ഭർത്താവുണ്ട്. ഭർത്താവുള്ള കാനഡയിലുള്ള പെണ്ണ് ഇവിടെ വന്ന് റൂമെടുത്ത്, എന്നിട്ട് ആ പെണ്ണ് റൂമെടുത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടം ചെല്ലുന്നത്. അവിടെ വെച്ച് പീഡനം നടന്നു എന്നാണ് ഇപ്പം പറയുന്നത്. പക്ഷെ ആ പെണ്ണിനെ അയച്ച ശബ്ദ സംഭാഷണമുണ്ട്. ഞാൻ ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തിയായ പെൺകുട്ടിയാണ്, എൻ്റെ ആഗ്രഹം പൂർത്തിയായി, ഇതിലപ്പുറത്തേക്ക് എൻ്റെ ഒരു ആഗ്രഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അയച്ച ശബ്ദ സംഭാഷണമാണ് കോടതിയിൽ പ്രധാനപ്പെട്ട രേഖയായത്. പിന്നീട് അവർ പറയുന്നത്, ഞാൻ ഒരു തീവ്രത കുറഞ്ഞ പീഡനം പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്, അത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇവിടെ വന്നപ്പോൾ ഒറിജിനൽ പീഡനമായിപ്പോയി, അതാണ് പ്രശ്നം. അതുകൊണ്ടായിരിക്കാം വീണ്ടും കാണണം, എനിക്ക് രാത്രി ഫ്ലാറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം കഴിയണം പാലക്കാട്, ഞാൻ ഫ്ലാറ്റിന് എടുത്തരാം സ്ഥിരമായി കഴിയാൻ എന്ന് പറയുന്ന ലെവലിലേക്ക് പോകുന്നത്. ഇതിലൊക്കെ ഇങ്ങനത്തെ ഒരു പരാതി കിട്ടിയിട്ട് സുപ്രീം കോടതിയിൽ വിധി എന്താ പറയുന്നത് അറിയോ? ബലാത്സംഗ പരാതി വന്നാൽ ഇത്ര വ്യാജമായ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പെൺകുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള നിയമ സാഹചര്യമുള്ള ദുരുപയോഗം ചെയ്ത് ഇത്തരം കള്ളക്കേസുകൾ വരുന്നത് കൊണ്ട് നിർബന്ധമായിട്ടും ഇത്തരം കേസുകളിൽ പ്രതിഭാഗത്തിന്റെ പുരുഷന്മാരുടെ വേർഷൻ കൃത്യമായി പരിശോധിച്ച് ക്ലിയർ ആക്കിയാൽ മാത്രമേ കേസ് എടുക്കാവൂ എന്നുള്ള വിധിയിരിക്കുകയാണ്. ഒരു MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേയനയും കൊടുക്കണം. എന്തിന്? പിണറായി വിജയൻ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ആകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്, എവിടെയും രക്ഷയില്ല. അപ്പൊ അതിനെ മറയ്ക്കാനും ഉമ്മൻചാണ്ടിയെ പോലെ ഉമ്മൻചാണ്ടിയെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഇവർ വിജയിച്ചു, അത് വിജയിച്ചു മാത്രമല്ല ഇലക്ഷനിൽ ജയിക്കാനും പറ്റി. ഇതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപയോഗിച്ച് ഈ വരുന്ന ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ജയിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പിണറായി വിജയൻ പ്ലാൻ ചെയ്തത്. പൊട്ടിത്തകർന്നു എന്നുള്ളതാണ്. അല്ല, അതിലൊരു വലിയ ലോങ് ടേം പ്ലാൻ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിന്റെ മിലിറ്റന്റ് ടീമായിട്ട് യുദ്ധമുഖത്താൻ മുമ്പിൽ നിൽക്കുന്നത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, റോജി എം ജോൺ തുടങ്ങിയ ചെറുപ്പക്കാരുടെ സെറ്റാണ്. അവരെയും കൂടെ നിർവീര്യമാക്കാൻ ഷാഫിയെക്കുറിച്ചുണ്ട് ഇതിനകത്ത് പരാതി പിന്നെ വരുന്നുണ്ട്, അതിപ്പോൾ എന്നാണ് ഇപ്പോൾ കേൾക്കുന്നില്ല, ഷാഫിയെക്കുറിച്ച് കേൾക്കുന്നില്ല. അതിനെയും കൂടെ നിർവീര്യമാക്കാൻ ഉദ്ദേശിച്ച് വളരെ ടാർഗറ്റഡായി വളരെ ബോധപൂർവം ചെയ്ത ഒരു പരിപാടിയായിരുന്നു. ഏറ്റവും രസം എന്താ വെച്ചാൽ ഇതിൽ പരാതിക്കാരികളായി വന്ന 3 പെൺകുട്ടികളും വീട്ടിൽ നിന്ന് മൂന്നാമത്തെ പെൺകുട്ടീൻ്റെ ഭർത്താവ് ഡോക്ടറാണ്, നല്ല ബന്ധമായിരുന്നു, അദ്ദേഹം ഇട്ടേച്ച് പോയി എന്നാണ് പുതിയ വിവരം. ഇനി ഞാൻ ഇങ്ങോട്ട് ഇന്ത്യയിലേക്കേ വരുന്നില്ല, മൊഴിയില്ല, എനിക്ക് പരാതിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവർ മുങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് വെട്ടിലായിരിക്കുകയാണ്. രണ്ടാമത്തെ പരാതിക്കാരി ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് പരാതി നേരിട്ട് രാഹുല് മാനനഷ്ടത്തിനും മാനനഷ്ടം മാത്രമല്ല നഷ്ടപരിഹാരത്തിനും ഭയങ്കരമായ കേസ് കൊടുക്കാൻ ഷഹനാസിനെതിരെ ഇപ്പം പരാതി DGP കൊടുത്തു കഴിഞ്ഞു. അതായത് രാഹുൽ മാങ്കൂട്ടം തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ തിരിച്ചടി ഇവർക്കൊന്നും താങ്ങാൻ പറ്റുന്ന വിധത്തിലായിരിക്കില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ പറ്റും. കാരണം പരാതിക്കാരനാകുമ്പോൾ പരാതിക്കാരികളുടെ പേരും ഫോട്ടോയും പുറത്തു വരും. ആരാണ് ഈ പരാതിക്കാരി? കാരണം അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ച് കേസ് കൊടുക്കുമ്പോൾ ഇത് മുമ്പ് നടന്നായിരുന്നു 192, 199 വകുപ്പ് പ്രകാരം, IPC 192, 199 പ്രകാരം എന്ന് പറഞ്ഞാൽ കള്ളമൊഴിയും കള്ളത്തെളിവും കൊടുത്ത് കള്ളക്കേസിൽ കുടുക്കിയാൽ അതേ വകുപ്പ് എത്ര വർഷമാണോ അദ്ദേഹം ബലാത്സംഗ കേസിൽ ജീവിതകാലം ഉണ്ടാവുന്നത്, അതായത് 10 വർഷം തടവ് ശിക്ഷയാണ്. ആ 10 വർഷം തടവ് ശിക്ഷ ആരനുഭവിക്കണം? ഈ പെൺകുട്ടികളും അനുഭവിക്കണം. ഈ 3 പെൺകുട്ടികളും വ്യാജ ആരോപണം കൊണ്ടുവന്നു. രണ്ടാമത്തെ പെൺകുട്ടി രക്ഷപ്പെടാൻ സാധ്യത, KPCC പ്രസിഡന്റിന് കൊടുത്തു, ഞാൻ പോലീസിന് കൊടുത്തില്ലല്ലോ എന്ന് പറയുന്ന ഇതിൽ രക്ഷപ്പെടും. പക്ഷെ ആദ്യത്തെയും രണ്ടാമത്തെയും പെൺകുട്ടികൾ പൊതുസമൂഹത്തിൽ അവർ സ്വന്തം ഭർത്താക്കന്മാരെ വഞ്ചിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കാൻ വന്ന അതേപോലെ എന്തിനു ഞങ്ങൾ തയ്യാറായി വന്ന ആളെ ചിത്രീകരിക്കപ്പെടും, അവരെ ഫോട്ടോകൾ വരും, അവർക്ക് തുറന്ന് ജീവിതം ആത്മഹത്യ ചെയ്താൽ പോലും മാധ്യമപ്രവർത്തകരുണ്ട് ഇത് കൊണ്ട് ഭയങ്കര സംഭവമായിട്ട് കൊണ്ടുപോകണം. അവരും വിടും ചിലപ്പോൾ. അവരിപ്പോ ഇവിടെ പോയി, അവരിപ്പം മിണ്ടുന്നില്ല. അല്ലെ എന്തായിരുന്നു മൂന്നാമത്തെ പരാതിക്കാരി വന്നപ്പോൾ രാഹുലിന് ലാസ്റ്റ് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഷംജിത്ത് എന്ന് പറഞ്ഞ സ്ത്രീയെ വേറൊരുത്തനെ ഇതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ച് വീഡിയോ എടുത്ത് അവൻ ദീപക് എന്ന് പറഞ്ഞ പയ്യൻ ആത്മഹത്യയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വൈകാരിക തലത്തിൽ പോലും മാറ്റം വന്നു.
രാഹുലിൻ്റെ കേസിനോടുള്ള വൈകാരിക തലം മാറി. അതേപോലെ ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം. അത് നടക്കാതായപ്പോൾ പരാതിയായി. അല്ല, രാഹുൽ മാങ്കൂട്ടം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാണുന്ന പെണ്ണുങ്ങളോടെല്ലാം തന്നെ ഇത്തരത്തിൽ ചാറ്റും കുന്തും കുടച്ചക്രായി നിൽക്കുന്നത് മാറ്റണം. കാരണം നമ്മൾ അതും കൂടി കാണേണ്ടതുണ്ട്. എടുത്ത നിലപാടിനോട് നമ്മൾ അംഗീകരിക്കുന്ന ഗൗരവമുള്ള പൊതുപ്രവർത്തകൻ, ഗൗരവത്തോടെ കാര്യങ്ങളെ കാണേണ്ട ഒരു പൊതുപ്രവർത്തകൻ ഇത്തരം കാര്യങ്ങൾ കഴിയുന്നതും പോകാതിരിക്കുകയാണ് നല്ലത്. അല്ല, പോവാതിരിക്കാന്നുള്ള അല്ല, അയാളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അല്ല, അയാള് അത് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അയാള് കൃത്യമായി ഒരു മാരേജ് കഴിച്ച് അല്ല നല്ലൊരു കുടുംബജീവിതം നയിക്കേണ്ട ഒരാളാണ്, മാതൃകയാവേണ്ട ആളാണ്. MLA എന്ന് പറഞ്ഞാൽ മാതൃകയാവണം. അച്ഛനുകളെ പൊതുജീവിതത്തിൽ പൊതുവായിട്ട് അവർ എല്ലാവർക്കും മാതൃകയായിട്ട് ആളായിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് MLA ആളാകുമ്പോൾ തീർച്ചയായും മാതൃകയായിരിക്കണം. അല്ലാതെ നിയമം ഞങ്ങൾക്ക് അനുകൂലമാണ്, നിയമപ്രകാരം ഞാൻ നിയമം എന്ന് പറയുന്നത് എന്തിനാണ്? കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ്. സമൂഹത്തിലെ സൊസൈറ്റിയിലെ ഒരു മാതൃകാ പുരുഷനായി മാറേണ്ട ആളാണ് MLA-മാരൊക്കെ, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ, ചെറുപ്പക്കാര്. അപ്പൊ അത് രാഹുൽ മാങ്കൂട്ടം നിർബന്ധമായി പാലിക്കണം എന്നുകൂടി പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എന്നാൽ ഷഹനാസിന്റെ പൂതി നടക്കാൻ സാധ്യതയില്ല. രാഹുൽ മാങ്കൂട്ടം കാട്ടുകോഴിയാണോ പൂവൻകോഴിയാണോ പെരുങ്കോഴിയാണോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ അത് ഷഹനാസ് പറയുന്നത് ചുട്ടുകോഴിയെ പറപ്പിക്കുന്നവർ വേറെ ഉണ്ട്. അപ്പോ CPM-ലെ P ശശിയൊക്കെ ഉള്ള കാലത്ത് അവിടെയാണ് സരീൻ പോയിട്ട് കൂട്ടു നിന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ രസം വരുന്നത്. കാരണം ഇതിന്റെ ആചാര്യന്മാർ അവിടെ ഇരിക്കുമ്പോൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇതിന്റെ താവളമാകുമ്പോൾ, കാണുന്ന പോലീസ് ഓഫീസർമാരെ അടക്കം അവിടെ വെച്ചിട്ട് വ്യഭിചരിക്കുന്ന P ശശിയെ പോലെയുള്ള ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ നാളെ ഈ രീതിയിൽ പിണറായി വിജയനെതിരായിട്ട് ഒരു പരാതി വേണം. ആർക്കെതിരെയും പരാതി പറയാലോ. ഇതുപോലെ പിണറായി വിജയനെതിരെ പരാതി തന്നാൽ ഒരു ആൺകുട്ടി കൊടുത്ത പരാതി പിണറായി വിജയനെതിരെ ഉണ്ടായിരുന്നു. എന്തിനാ? അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള പ്രമുഖനായ ഇപ്പം ഒരു CMP ഉള്ള ഒരു നേതാവ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ജീവനും കൊണ്ട് ഓടിയെന്ന്. ഈ പിണറായി വിജയനെ വളർത്തിയ ഒരു മാഷിന്റെ മകനെ പിണറായി വിജയൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അയാൾ വേണം ഇന്റർവ്യൂ തരാതെ. പിന്നെ ഇതിനൊക്കെ പോകുന്നത് നമുക്ക് തന്നെ ഒരു മോശമല്ലേ? ഈ പിണറായി വിജയനെ എല്ലാം നമ്മൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് നാണക്കേടായതുകൊണ്ട് ഞാൻ തൊടാതിരുന്നതാണ്. നന്ദി, നമസ്കാരം.